أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. صدق الله المولانا العلي العظيم. ألا إنما المولد ذكر عجائبه وتاريخ خير الخلق عند الولادة. صلاة وتسليم وإطعام قراء وسماع مولدي وأيتامنا من بعدها بعض لقمتي. صلاة وتسليم صحيح البخاري فانظرا غير مرتي فتظفر بما فيها دليلا بكثرتي. صلاة سألنا إله العرش يرحمنا به ويغفر لنا ذنبا ويجمع به الشمل. صلاة എന്ന് ദുആ ചെയ്തുകൊണ്ട് ഉസ്താദ് മിനിറ്റുകൾക്കകം എത്തിച്ചേരും. അതിനിടക്ക് 2-3 വാക്കുകൾ ഓർമ്മപ്പെടുത്തുകയാണ്. ലോക ഉടമസ്ഥൻ ഒരേ ഒരാൾ, അല്ലാഹു അല്ലാഹ്. ഭൂമി അല്ലാഹുവിൻ്റെതാണ്, ആകാശം അല്ലാഹുവിൻ്റെതാണ്, വായു അല്ലാഹുവിൻ്റെ സംവിധാനമാണ്, വെളിച്ചം അല്ലാഹുവിൻ്റെ സംവിധാനമാണ്, വെള്ളം അല്ലാഹുവിൻ്റെ സംവിധാനമാണ്. പാതിരാവിൻ്റെ കൂരിരുട്ടും നട്ടുച്ച സമയത്ത് സൂര്യന്റെ വെളിച്ചവും അല്ലാഹുവിൻ്റെ അറിവിന് തുല്യമാണ്. സഹാറ മരുഭൂമിയും അതേപോലെ തന്നെ ഘോര വനാന്തരങ്ങളും അല്ലാഹുവിൻ്റെ അറിവിന് വ്യത്യാസമില്ല. ആ അല്ലാഹുവാണ് എല്ലാ സൃഷ്ടിചരാചരങ്ങളെയും സൃഷ്ടിച്ചത്, പരിപാലിക്കുന്നത്, സംരക്ഷിക്കുന്നത്. പക്ഷേ സാധാരണ മനുഷ്യരായ നമുക്ക് അല്ലാഹുവിനെ ഒന്ന് തൊട്ടു നോക്കി അറിയാൻ കഴിയില്ല. അല്ലാഹുവിനെ ഒന്ന് രുചിച്ചു നോക്കി അറിയാൻ കഴിവില്ല. അല്ലാഹുവിനെ നേരിൽ കണ്ട് അറിയാൻ കഴിവില്ല. അല്ലാഹുവിനെ നേരിൽ അല്ലാഹുവിന്റെ കേട്ട് അറിയാൻ കഴിയില്ല. അങ്ങനെ നമ്മുടെ പഞ്ചേന്ദ്രിയക്കൊള കൊണ്ടുള്ള അറിവുകളിൽ എത്തിക്കാൻ പറ്റുന്ന തരത്തിലല്ല അല്ലാഹു. അതുകൊണ്ട് അല്ലാഹുവിനെ സംബന്ധിച്ച് ഭൂമിയിൽ അറിയണം. അതിന് അല്ലാഹു തആല ഒരേ ഒരു മാർഗം മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. ആ മാർഗം എന്താണ്? അത് മനസ്സിലാക്കിയാൽ നമുക്ക് ഇസ്ലാം അതിന്റെ അടിത്തറ എന്ത് എന്നും അവാന്തര വിഭാഗങ്ങളും മുസ്ലിങ്ങളിലെ യഥാർത്ഥ വിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും വളരെ പെട്ടെന്ന് ഗ്രാഹ്യമാകും. ഉടമസ്ഥനെ ഭൂമി അറിയണം. അതിന് അല്ലാഹു തആലാക്ക് ഒരു കാര്യം ചെയ്യാം. നമ്മുടെ മുമ്പിൽ അല്ലാഹുവിന് പ്രത്യക്ഷപ്പെട്ടിട്ട് ഞാനാണ് അല്ലാഹ്, മര്യാദക്ക് വിശ്വസിച്ചോ എന്ന് അല്ലാഹ്ക്ക് പറയാം. ആ മാർഗം അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. ഇന്നത്തെ ഈ അത്യാധുനിക സംവിധാനങ്ങളിൽ നമ്മൾ ഇരിക്കുമ്പോൾ എത്രയോ രൂപത്തിൽ ലോകത്തിന്റെ അമേരിക്കയിലും ആഫ്രിക്കയിലും യൂറോപ്പിലും ഒക്കെ നടക്കുന്നത് നമ്മളുള്ള സ്ക്രീനിൽ ഇങ്ങനെ കാണുന്നില്ലേ? ഇതേപോലെ അല്ലാഹു തആലാക്ക് ഒരു ചാനൽ സംവിധാനത്തിൽ നമ്മുടെ മുമ്പിൽ അല്ലാഹു തആലാക്ക് പ്രത്യക്ഷപ്പെടാം. അങ്ങനെ അല്ലാഹുവിനെ നമ്മെ പഠിപ്പിക്കാം. അങ്ങനെ ഒരു മാർഗം അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അല്ലാഹു തആലാക്ക് പ്രത്യേകമായി പ്രത്യക്ഷപ്പെടാം. ഞാനാണ് അല്ലാഹ്, എന്നെ അംഗീകരിച്ചോ എന്ന് പറയാം. ഇങ്ങനെയുള്ള ഒരു മാർഗവും അല്ലാഹുവിനെ അറിയാൻ, അല്ലാഹുവിനെ വിശ്വസിക്കാൻ, അല്ലാഹുവിനെ മനസ്സിലാക്കാൻ അല്ലാഹു സ്വീകരിച്ചിട്ട് അല്ലാഹുവിനെ അറിയാൻ, അല്ലാഹുവിനെ വിശ്വസിക്കാൻ, അല്ലാഹുവിനെ മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരേ ഒരു മാർഗം സ്വീകരിച്ചു. ഏതാണ് ആ മാർഗം? അല്ലാഹുവാകുന്ന ഉടമസ്ഥന്റെയും സാധാരണക്കാരായ അടിമകളുടെയും ഇടക്ക്
അള്ളാഹു ചില മധ്യവർത്തികളെ നിശ്ചയിച്ചു. ആ മധ്യവർത്തികൾക്ക് അള്ളാഹു തആല അള്ളാഹുവിനെ നേരിൽ അങ്ങോട്ട് ബന്ധപ്പെടാൻ കഴിവുകൾ കൊടുത്തു. ആ അറിവ് എന്താണോ ലഭിച്ചത് താഴോട്ട് മാതൃകാപരമായി ജീവിക്കാനുള്ള കഴിവും അള്ളാഹു തആല കൊടുത്തു. അങ്ങനെ ഉടമസ്ഥനായ അള്ളാഹുവിന്റെയും അടിമകളായ നമ്മുടെയും ഇടക്ക് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന മധ്യവർത്തികളിലൂടെ അല്ലാതെ തൗഹീദ് പഠിപ്പിക്കപ്പെട്ട ഒരു കാലഘട്ടമേ ലോകത്തില്ല. അള്ളാ എന്ന് എപ്പോ പറഞ്ഞാലും, അള്ളാ എന്ന് ലോകത്തെ എവിടെ വെച്ച് പറഞ്ഞാലും ഉടനെ ഭൂമിയിൽ അള്ളാഹു തആല നിശ്ചയിച്ച ഒരു മധ്യവർത്തി അതിനോട് ചേർന്ന് വരും. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് മാത്രം തൗഹീദിന്റെ കലിമയായ ഒരു കാലഘട്ടമേ ഉണ്ടായിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു കാലഘട്ടത്തിൽ ആദം നബി അലൈഹിസ്സലാം തന്റെ നേരെ സന്താനങ്ങൾക്ക് അത് പഠിപ്പിച്ചപ്പോൾ ഭൂമിയിൽ നിന്ന് അതിന് നിശ്ചയിച്ചിരിക്കുന്ന സാക്ഷി നബിയുല്ലാഹി ആദം. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഭൂമിയിൽ ആദ്യമായി ഉച്ചരിച്ചപ്പോൾ അതിന്റെ കൂടെ ഒരു മധ്യവർത്തിയുടെ പേര് ചേർത്ത് പറഞ്ഞു, ആദമു നബിയുല്ലാഹ്. അവിടെ നാം അല്ലാഹു ജല്ല ജലാലുഹു എന്ന് എഴുതുമ്പോൾ അതിന്റെ കൂടെ ആദമു നബിയുല്ലാഹ് എന്ന് എഴുതിയാൽ, അത് രണ്ടും ചേർത്ത് വെച്ചാൽ, അത് രണ്ടും ഒരുമിച്ച് പ്രദർശിപ്പിച്ചാൽ വിശ്വാസി ഹൃദയങ്ങൾ അല്ലാഹ് എന്നതിനെ പ്രത്യേകമായി മനസ്സിലാക്കും. അല്ലാഹ് എന്ന ശക്തിയെ കുറിച്ച് പഠിപ്പിക്കാൻ വന്ന സാക്ഷി എന്ന രീതിയിൽ ആദം നബിയെ മനസ്സിലാക്കി. അങ്ങനെയാണ് തൗഹീദ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ദഅവയാണെങ്കിൽ അതിന്റെ ദലീൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നിശ്ചയിച്ചിരിക്കുന്ന മധ്യവർത്തികളായ സാക്ഷികളാണ്. ഈ സാക്ഷിത്വത്തെ അംഗീകരിക്കുന്നിടത്ത് പാകപ്പിഴവ് പറ്റിയതാണ് അഹ്ലുസുന്ന വൽ ജമാഅയും ഇതര വിശ്വാസികളും തമ്മിലുള്ള വിശ്വാസത്തിന്റെ അടിത്തറ. ആ അടിത്തറയെ കുറിച്ച് പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പാരമ്പര്യത്തെക്കുറിച്ച് നാം ഓർക്കുമ്പോ മനുഷ്യന്റെ കൈകടത്തലുകൾക്ക് വിധേയമായിരിക്കുന്ന മതങ്ങളുണ്ട്. ആ മതങ്ങളെല്ലാം ആ കൈകടത്തലുകൾക്ക് ആരാണോ വിധേയമാക്കിയത് അവർ മുതൽക്കാണ് ആ പേര് അറിയപ്പെടുക. അള്ളാഹുവിന്റെ ദീൻ, ആ ദീനിന്റെ വിശദീകരണങ്ങളും വിശദാംശങ്ങളും അതിവിടെ പഠിപ്പിക്കുന്നിടത്ത് ഇടക്കാലത്ത് ചില ആളുകൾ അതിൽ കൈകടത്തലുകൾ നടത്തിയ നേതാവ് ആരാണോ അയാളുടെ പേരിൽ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആ മതത്തെ, ആ ആശയത്തെ അറിയപ്പെടും. ഉദാഹരണത്തിന് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം മതവിഭാഗത്തിലുള്ള ഒരു വിഭാഗമാണ് വഹാബിസം. എന്തുകൊണ്ട് വഹാബിസം എന്ന് അതിനെ പറയുന്നു? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന ഒരാൾ മുതൽക്ക് ഇങ്ങോട്ടുള്ളതാണ്. അവര് പറയുന്ന എന്തൊക്കെ വിശ്വാസങ്ങളും ആചാരങ്ങളും വിശദീകരണങ്ങളും ഉണ്ടോ അത് മുഴുവനും ഇയാൾ മാത്രം പറഞ്ഞതാണ്, അയാൾ പഠിപ്പിച്ചതാണ്. അയാളെ പരിഷ്കർത്താവായി അംഗീകരിച്ചുകൊണ്ടാണ് ആ മതം. അപ്പുറത്ത് വേറെ ഒന്ന് കാണാൻ നമുക്ക്, മൗദൂദിസം. എന്തുകൊണ്ടാണ് അയാളുടെ പേരിൽ അത് അറിയപ്പെടുന്നത്? അബുൽ അഅ്ല മൗദൂദി എന്ന അയാൾ പഠിപ്പിച്ച വിശദീകരണമാണ് ആ വിശ്വാസത്തിന്റെ ആളുകൾ പറയുന്നത്. ഖാദിയാനിസം. എന്തുകൊണ്ടാണ് ഖാദിയാനിസം എന്ന് അതിനെ പറയുന്നത്? ഖാദിയാനിസം എന്ന് പറയുന്നത് അഹ്മദുൽ ഖാദിയാനി എന്ന ആൾ പഠിപ്പിച്ചതാണ് ഖാദിയാനിസം. ചേകനൂരിസം. എന്തുകൊണ്ട് ചേകനൂരിസം എന്ന് പറയുന്നു? അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വിശദീകരണമാണ്. അപ്പോൾ ലോകത്ത് പലപ്പോഴും ഒറ്റപ്പെട്ട ചിന്താഗതികൾ വന്നിട്ടുണ്ട് ഇസ്ലാമിൽ. ആ ഒറ്റപ്പെട്ട ചിന്താഗതിയിൽ ഒന്നാണ് വഹാബിസം. മറ്റൊരു ഒറ്റപ്പെട്ട ചിന്താഗതി വന്നതാണ് മൗദൂദിസം. മറ്റൊരു ഒറ്റപ്പെട്ട ചിന്താഗതി വന്നതാണ് ഖാദിയാനിസം. മറ്റൊരു ഒറ്റപ്പെട്ട ചിന്താഗതി വന്നതാണ് ചേകനൂരിസം. അങ്ങനെയുള്ള ഇസങ്ങളെ നോക്കിയാൽ സ്ഥാപക നേതാവിന്റെ പേരിലാണ് ആ പ്രസ്ഥാനത്തെ അറിയപ്പെടുക, ആ പ്രസ്ഥാനത്തെ വിളിക്കപ്പെടുക, ആ പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തുക. അപ്പൊ ഇവിടെ ഈ ആശയങ്ങളിൽ കുടുങ്ങിപ്പോയിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, ലോക മുസ്ലിങ്ങളെല്ലാം ഒരു ഭാഗത്തും ഞാൻ വിശ്വസിക്കുന്ന മൗദൂദി മാത്രം മറ്റൊരു ഭാഗത്തും, ലോക മുസ്ലിങ്ങളെല്ലാം ഒരു ഭാഗത്തും ഞാൻ വിശ്വസിക്കുന്ന വഹാബിസം മാത്രം മറ്റൊരു ഭാഗത്തും, ലോക മുസ്ലിങ്ങളെല്ലാം ഒരു ഭാഗത്തും ഞാൻ വിശ്വസിക്കുന്ന ഖാദിയാനിസം മാത്രം ഒരു ഭാഗത്തും, ലോക മുസ്ലിങ്ങളെല്ലാം ഒരു ഭാഗത്തും ഞാൻ വിശ്വസിക്കുന്ന തബ്ലീഗിസം മാത്രം ഒരു ഭാഗത്തും, ലോക മുസ്ലിങ്ങളെല്ലാം ഒരു ഭാഗത്തും ഞാൻ വിശ്വസിക്കുന്ന ചേകനൂരിസം മാത്രം ഒരു ഭാഗത്തും. ഇത് വേർതിരിച്ച് അറിയേണ്ട പഠനം നടത്തിയിരിക്കൽ നമ്മുടെ തൗഹീദിന്റെ പൂർത്തീകരണത്തിന്, നമ്മുടെ ഈമാനിന്റെ പൂർത്തീകരണത്തിന്, നമ്മുടെ പാരത്രിക വിജയത്തിന്റെ പൂർത്തീകരണത്തിന് നിർബന്ധമായ ഘടകമാണ്. ഇവിടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കാൻ
അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്ന മഹാരഥന്മാർ. ആ മഹാരഥന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠരായ മധ്യവർത്തി, ഏറ്റവും ശ്രേഷ്ഠരായ സാക്ഷി, ഏറ്റവും ശ്രേഷ്ഠരായ മാതൃകാ പുരുഷൻ നമുക്കിങ്ങനെ പരിശോധിച്ചാൽ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ആദം, അന്ന് തൗഹീദിന്റെ കലിമ പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദമു നബിയുല്ലാഹ്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസാ റസൂലുള്ളാഹ്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈസാ റസൂലുള്ളാഹ്. അതിന്റെ എല്ലാം പൂർത്തീകരണമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദഅവ അത് ലോകത്തുള്ള ജനങ്ങൾ അംഗീകരിക്കുന്നതിന് അള്ളാഹു തന്നെ സ്വീകരിച്ചത് ഭൂമിയിൽ നിന്നുള്ള ഒരു ദലീൽ ആ ദഅവയുടെ കൂടെ വെച്ചുകൊണ്ടാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാന്യരായ പേരോട് ഉസ്താദ്, അല്ലാഹുവേ ആഫിയത്ത് നൽകണം റഹ്മാനെ. സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന കാര്യദർശിയും സിറാജുൽ ഹുദ സ്ഥാപനങ്ങളുടെ കാര്യദർശിയും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ എല്ലാമായ പ്രിയപ്പെട്ട പേരോട് ഉസ്താദ് എത്തിക്കഴിഞ്ഞു. അല്ലാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. ഒരു 5 മിനിറ്റ് ഉസ്താദിന് വിശ്രമിക്കാൻ സമയം കൊടുത്തുകൊണ്ട് ഞാൻ പൂർത്തീകരിക്കും. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതാണ് തൗഹീദിന്റെ കലിമ. ആ തൗഹീദിന്റെ കലിമയുടെ കൂടെ എപ്പോഴും ഒരു മധ്യവർത്തിയുടെ പേര് ചേർത്ത് വെച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതില്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം തൗഹീദാവുകയില്ല. അതുകൊണ്ടാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാങ്ങ കണ്ടപ്പോൾ, അതുപോലെ തന്നെ തേങ്ങ കണ്ടപ്പോൾ, അതുപോലെ തന്നെ കടല് കണ്ടപ്പോൾ, അതുപോലെ തന്നെ ഈ കാണുന്ന ധാരാളം ഗോളങ്ങളും ഗാലക്സികളും ബാക്കിയുള്ളതുമൊക്കെ ഈ അണ്ടകടാഹങ്ങളെല്ലാം കണ്ടപ്പോൾ ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട്, ഇതിനൊരു ഉണ്ടാക്കിയവനുണ്ട് എന്ന് ബോധ്യപ്പെടും. അത് ബോധ്യപ്പെടാത്ത ആരുമില്ല. അത് ബോധ്യപ്പെടുന്ന ചില ആളുകൾ തന്നെ ദൈവമെന്ന് പറഞ്ഞു, ചില ആളുകൾ കർത്താവ് എന്ന് പറഞ്ഞു, ചില ആളുകൾ ഈശ്വര എന്ന് പറഞ്ഞു. അതൊക്കെ പറയാൻ പ്രയാസമുള്ളവർ പ്രകൃതി എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനിച്ചു. ഇതൊക്കെ കാണുമ്പോൾ ഇതിനൊരു ശക്തിയുണ്ട്, അത് മനസ്സിലാകും ആർക്കും. പക്ഷേ ആ ശക്തി ആരാണ്, എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് പിഴവ് സംഭവിക്കാതെ അത് എത്തിച്ചേരണമെങ്കിൽ അതിന് അല്ലാഹു തആല തന്നെ നിശ്ചയിച്ചിരിക്കുന്ന സാക്ഷിയുണ്ട്. ആ സാക്ഷി മുഖേന മാത്രം അല്ലാഹ് എന്ന വിശ്വാസം വരണം. അതിനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമുക്ക് വേഗത്തിൽ ബോധ്യപ്പെടുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനുള്ള വിശ്വാസത്തിന് നമ്മുടെ മുമ്പിൽ നിശ്ചയിച്ചിരിക്കുന്ന ഒരു ഖിബിലയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഈമാനിന്റെ ഖിബിലയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഏതുപോലെ ഈമാനുള്ള ആളുകളുടെ പ്രത്യക്ഷമായ അടയാളം അവരുടെ ആരാധനകളാണ്. അതുകൊണ്ട് തന്നെ എന്തു വേണം? ആരാധനക്ക് ഒരു ഖിബില വേണം. ആരാധനയുടെ ഖിബില നിങ്ങൾ നോക്കൂ, അത് കഅബ ശരീഫാണ്. ആരാധനകളുടെ രാജാവ് അത് നിസ്കാരമാണ്. നിസ്കാരമാകുന്ന ആരാധന സത്യവിശ്വാസിയിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കണോ? കഅബ ശരീഫാകുന്ന മധ്യവർത്തിയിലൂടെ മാത്രമേ അള്ളാഹു സ്വീകരിക്കുള്ളൂ. ഈമാൻ എന്ന സംഗതി അള്ളാഹു തആല സ്വീകരിക്കണോ? മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന മധ്യവർത്തിയിലൂടെ മാത്രമേ അള്ളാഹു സ്വീകരിക്കുള്ളൂ. അതുകൊണ്ടാണ് തൗഹീദിന്റെ ഡെഫിനിഷൻ ഇപ്പൊ നേരത്തെ പൊന്മുള ഉസ്താദ് ഓർമ്മപ്പെടുത്തിയല്ലോ. ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവര് മനസ്സിലാക്കിയപ്പോൾ എന്താണ്? ഒരു സാധാരണ മനുഷ്യൻ. സാധാരണ മനുഷ്യൻ എന്ന് പറയുമ്പോൾ സാധാരണ കയ്യും കാലും ബാക്കിയുള്ളതും ഒക്കെ പ്രത്യേകിച്ചൊന്നുമില്ല. അതേപോലെ വേറെ ഒരാൾ കഅബ ശരീഫിനെ മനസ്സിലാക്കി എന്ന് വെച്ചോ. നിങ്ങൾ കഅബ ശരീഫിനെ ഒരാൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ആരാധനയുടെ ഖിബിലയാണ് കഅബ ശരീഫ്. ആ കഅബ ശരീഫിന് അല്ലാഹു തആല കൊടുത്തിരിക്കുന്ന ബഹുമാനം എത്രയാണ്? പാതിരാവിന്റെ കൂരിരുട്ടിൽ വിശാലമായ മരുഭൂമിയിൽ ഒരാൾ നട്ടപ്പാതിര സമയത്ത് എഴുന്നേറ്റു. ആ എഴുന്നേറ്റ മനുഷ്യൻ അയാൾക്കൊന്ന് മൂത്രമൊഴിക്കണമെന്ന് തോന്നിയാൽ കഅബ ശരീഫ് നിൽക്കുന്ന ഭാഗത്തേക്ക് തിരിയാൻ പാടില്ല. എന്തുകൊണ്ട്? അത് ആരാധനയുടെ ഖിബിലയാണ്. ഈ മൂത്രമൊഴിക്കാൻ നിൽക്കുന്ന മനുഷ്യനും ആ കഅബ ശരീഫും തമ്മിൽ ലക്ഷക്കണക്കിന് കിലോമീറ്ററുടെ അകലെയുണ്ടെങ്കിലും അയാൾക്ക് ആ ഭാഗത്തേക്ക് തിരിയാൻ പാടില്ല. അത് കഅബ ശരീഫിനുള്ള ബഹുമാനമാണ്. ഓ, അത്ര ബഹുമാനം. ആ പാതിരാ സമയത്ത് ഒരാൾ 2 റക്അത്ത് നിസ്കരിക്കണമെന്ന് തോന്നിയാൽ അയാൾക്ക് കിട്ടിയിരിക്കുന്ന അറിവും തെളിവും വെച്ചുകൊണ്ട്
കഅബ ഷരീഫാകുന്ന മധ്യവർത്തിയെ അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്ന ജിഹത്ത് ഏത് ഭാഗത്താണ് എന്ന് മനസ്സിലാക്കിയിട്ടല്ലാതെ അയാൾക്ക് നിസ്കരിക്കാനും പറ്റില്ല. പാതിരാ സമയത്ത് മരുഭൂമിയിൽ മാത്രമല്ല, പാതിരാ സമയത്ത് വനാന്തരങ്ങളിൽ ഒരാൾ എഴുന്നേൽക്കുന്നു. അയാൾക്ക് മൂത്രമൊഴിക്കണമെന്ന് തോന്നിയാൽ ആ വനാന്തരെ എനിക്ക് ഇനി ആരാധനക്ക് കഅബ ആവശ്യമില്ല, എന്റെ വീട്ടിലേക്ക് തിരിഞ്ഞാ മതി. സുബ്ഹാനല്ലാഹ്. നാളൊരു വീട്ടിൽ ചെന്നപ്പോ നിസ്കരിക്കാൻ വേണ്ടി മുസല്ലട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ ഇട്ടിക്കണെന്ന് ചോദിച്ചു. അത് ഇവിടുന്നാണ് പള്ളിക്കെന്നാണ് കിബിലക്ക്, അങ്ങനെയാണെന്നോ. യാ റബ്ബേ. അപ്പൊ ഈ രൂപത്തിൽ വിവരമില്ലാത്ത ആളുകൾ ഓരോന്ന് ചെയ്യുന്നുണ്ടാകും. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഒരാള് കഅബ ഷരീഫിലേക്ക് തിരിയണ്ട, പിന്നെ എന്റെ വീടും കഅബ ഷരീഫും രണ്ടും ഒരേ മാതിരി. അതുകൊണ്ട് എനിക്ക് നിസ്കരിക്കാൻ കിബില ആവശ്യമില്ല, എന്റെ വീട് കിബിലയാണ്. എന്തുകൊണ്ട്? കഅബത്തിന്റെ കല്ലും എന്റെ വീടിന്റെ കല്ലും, കഅബത്തിന്റെ ഇഷ്ടിക്കും എന്റെ വീടിന്റെ ഇഷ്ടിക്കും, കഅബത്തുമത്തെ സിമന്റും എന്റെ വീട് സിമന്റും. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ രൂപത്തിൽ ഒരാൾ കഅബ ഷരീഫിനെ മനസ്സിലാക്കിയാൽ അയാളുടെ വിശ്വാസം എങ്ങനെയുണ്ട്? അതേപോലെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ണും എന്റെ കണ്ണും, നബി തങ്ങളെ കാതും എന്റെ കാതും, ഈ നബി തങ്ങളെ കാലും എന്റെ കാലും, നബി തങ്ങളെ മുടിയും എന്റെ മുടിയും, നബി തങ്ങളെ ഉമിനീരും എന്റെ ഉമിനീരും, യാതൊരു വ്യത്യാസവും ഇല്ല. ഈ രൂപത്തിൽ പഠിപ്പിക്കപ്പെടുന്നത് എന്തുകൊണ്ട്, മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട്? ലോക മുസ്ലിംകളെല്ലാം നിന്ന റൂട്ടിൽ നിന്ന് ഒറ്റപ്പെട്ട വ്യക്തികൾ തെറ്റിവരും. ആ തെറ്റി വന്ന വ്യക്തികൾ അവരുടെ സ്വന്തം വ്യാഖ്യാനം കൊടുത്തു. ആ സ്വന്തം വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത് പിന്നീട് അതൊരു പ്രസ്ഥാനമായി വരികയാണ്. ആ പ്രസ്ഥാനത്തെ ലോക മുസ്ലിങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് അറിയപ്പെടുന്നു മൗദൂദിസം, ലോക മുസ്ലിങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് അറിയപ്പെടുന്നു കാദിയാനിസം, ലോക മുസ്ലിങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് അറിയപ്പെടുന്നു വഹാബിസം. ഇതിൽ കുടുങ്ങിപ്പോയിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം, ഒരു വേരറ്റുപോയ, ഒരു പാരമ്പര്യം നഷ്ടപ്പെട്ടു പോയ, ലോക മുസ്ലിങ്ങൾക്ക് മുമ്പിൽ കഴിഞ്ഞുപോയ മഹാന്മാരിൽ ഒരു നേതാവിനെയും ചൂണ്ടിക്കാണിക്കാനില്ലാത്ത പ്രസ്ഥാനത്തിലായിപ്പോയോ ഞാൻ നിൽക്കുന്നത് എന്ന ചിന്ത നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം അവിടുത്തെ ഖുലഫാഉൽ അർബഅ, സ്വഹാബാക്കൾ, താബിഈങ്ങൾ, താബിഈങ്ങൾ, അങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവിടെ എല്ലാം നമുക്കത് കാണാൻ സാധിക്കും. മഹാന്മാരുടെ ഒരു പാരമ്പര്യം നമ്മുടെ കേരളത്തിൽ തന്നെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. നമുക്ക് ദീനിയായ ഒരു വിഷയം വരുമ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടേണ്ട നേതാക്കൾ ഏറെയുണ്ട്. ഏറെ നേതാക്കൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. എന്തുകൊണ്ട്? അവരൊക്കെ ആ പാരമ്പര്യത്തിൽ വന്നവരാ. അഹ്ലു ബൈത്തിനെ സംബന്ധിച്ച് നോക്കിയാൽ നമുക്കറിയാം, നാം വിശ്വസിക്കുന്ന, ആചരിക്കുന്ന, നാം അനുഷ്ഠിക്കുന്ന ഒരു ചര്യയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം, മർഹൂം പാണക്കാട് PMS പൂക്കോയ തങ്ങൾ, അള്ളാഹു ദറജ ഏറ്റി കൊടുക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാപ്പക്കി തങ്ങൾ, അള്ളാഹു ദറജ ഏറ്റി കൊടുക്കുമാറാവട്ടെ. കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് അറിയപ്പെട്ട പാരമ്പര്യ തെളിവുകളോട് കൂടെ അറിയപ്പെട്ട അഹ്ലു ബൈത്തിന്റെ രണ്ട് പ്രധാന തറവാട്ടിലുള്ള മഹാന്മാരാണ്. ഒന്ന് ബാപ്പക്കി തങ്ങൾ, ഒന്ന് ബഹുമാനപ്പെട്ട മർഹൂം പാണക്കാട് PMS പൂക്കോയ തങ്ങൾ. അവരിവിടെ ജീവിച്ചിരുന്ന കാലത്ത്, അന്ന് ബാപ്പക്കി തങ്ങൾ ജീവിച്ചിരിപ്പുള്ളപ്പോൾ മംഗലാപുരം മുതൽ കാസർഗോഡ്, മംഗലാപുരം മുതൽ തിരുവനന്തപുരം വരെ അംബാസഡർ കാറിൽ സഞ്ചരിക്കുന്ന ഒരു വലിയ സയ്യിദ് ബാപ്പക്കി തങ്ങൾ മാത്രമാണ് അന്ന്. ഇന്നത്തെ പോലെ വലിയ സൗകര്യങ്ങളും കാര്യമില്ലാത്ത അന്ന് തങ്ങളാ യാത്ര ചെയ്യാം. പക്ഷേ നമ്മൾ അഹ്ലുസുന്നയുടെ ആളുകൾ, ഇവിടെയുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരായ സുഹൃത്തുക്കളെല്ലാം മനസ്സിലാക്കണം, ആ ബാപ്പക്കി തങ്ങൾ അവർകൾ അന്ന് മുതൽ 22ാമത്തെ ഹജ്ജ് ചെയ്ത് ബഹുമാനപ്പെട്ടവർ മക്കത്തുൽ മുക്കറമയിൽ തന്നെ വഫാത്തായ മഹാനാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അനിഷേധ്യനായ നേതാവാണ്. സമസ്ത എന്ന പണ്ഡിത സഭയോടൊപ്പം ഒട്ടിച്ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ചിരിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള തങ്ങൾ അവർകൾ നോക്കൂ, നിങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന മുസ്ലിം കേരളത്തിന്റെ ഒരു നേതാവാണ്. ആ നേതാവ് എവിടെ നിൽക്കുന്നു എന്ന് നമ്മളൊരു പഠനം നടത്തിയാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് ഉറക്കെ പറയും. നമ്മൾ അല്ലാത്ത ഒരു വിശ്വാസത്തിൽ കുടുങ്ങിപ്പോയിരിക്കുന്ന ഒരാൾ ചിന്തിക്കണം, ബാപ്പക്കി തങ്ങളെപ്പോലും എനിക്ക് ഉദാഹരണമായി എന്റെ വിശ്വാസത്തിന് കാണിക്കാനില്ലേ, എന്റെ കർമ്മത്തിന് കാണിക്കാനില്ലേ? ആ ബാപ്പക്കി തങ്ങൾ അവർകൾ അന്ന് മംഗലാപുരം മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്തപ്പോൾ ഒരിക്കലും പിഴച്ചിട്ട് പോലും ഒരു മൗദൂദി പള്ളിയുടെ മുമ്പിൽ ബഹുമാനപ്പെട്ട തങ്ങൾ അവർകൾ വണ്ടി നിർത്തിയിട്ട് മൂത്രമൊഴിക്കാൻ കയറിയിട്ടില്ല. ഒരു ജമാഅത്തെ ഇസ്ലാമിന്റെ പള്ളിയിൽ, വഹാബി വിഭാഗത്തിന്റെ ഒരു പള്ളിയിൽ തങ്ങളുപ്പാപ്പ മൂത്രമൊഴിക്കാൻ വരെ കയറിയിട്ടില്ല. എന്തുകൊണ്ട്? ഇത്തഖൂ മവാലി അത്തുഹം, തെറ്റിദ്ധാരണ വരുന്നിടത്തേക്ക് നിങ്ങൾ പോകരുത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ടവർ പോയില്ല. ഇത് നമ്മൾ സാധാരണക്കാരായ നാം അറിയണ്ടേ?
ബാപ്പയ്ക്ക് തങ്ങൾ എന്തുകൊണ്ട് പോയില്ല? തെറ്റിദ്ധാരണ വരുന്ന തങ്ങൾ പോയത് മൂത്രമൊഴിക്കാനായിരിക്കും. പക്ഷേ കാണുന്ന ജനം എന്തു പറയും? ആ പള്ളിയിൽ തങ്ങൾ കയറി നിസ്കരിച്ചിരിക്കണെന്ന് പറയും. അപ്പൊ ഈ പുതിയ പ്രസ്ഥാനത്തിന് തങ്ങളുടെ ഒരു അംഗീകാരമുണ്ടോ എന്ന് നാട്ടിൽ പരക്കും. വേണ്ടാത്തത് പരക്കാൻ എളുപ്പമുണ്ടല്ലോ. അതല്ലേ നമ്മളെ മഹമ്മാലിയാജി കുടുങ്ങിയത്. മൂപ്പര് 1000 റുപ്യന്റെ നോട്ടും കൊണ്ട് അങ്ങാടിയിൽ പോയതാ. അങ്ങാടിയിൽ പോയി സൂപ്പർ മാർക്കറ്റ് കയറി ചില്ലറ ചോദിച്ചു. അപ്പൊ അവിടെ ചില്ലറില്ല. റേഷാപ്പ് കയറി ചോദിച്ചു, അയാൾ ചില്ലറ കൊടുത്തതുമില്ല. അങ്ങനെ ഈ 1000ന്റെ നോട്ട് വെച്ച് ഇങ്ങനെ 2-3 കടയിൽ കയറിയപ്പോ ആചാരോട് ഒരാൾ പറഞ്ഞു, അജരാക്ക എന്തേ നിങ്ങൾക്ക് ചോദിച്ചു. ഒന്നുമില്ല വിട്ട് ഇതിന് ചില്ലറ കിട്ടണി, കള്ളുഷാപ്പിലുണ്ടാവും, അവിടുന്ന് വാങ്ങിക്കോളിയാ. ഇയാളപ്പോ വേറൊന്നും ആലോചിച്ചില്ല. മൂപ്പര ചില്ലറിന്റെ മനസ്സ് മാത്രമേ ഉള്ളൂ. ആ കള്ളുഷാപ്പ് കയറി. അപ്പൊ 1000ന്റെ നോട്ടാണ്ട് കൊടുത്ത് കള്ളുഷാപ്പുകാരെങ്ങനെ എണ്ണി തിരിച്ച് 10 ഇങ്ങോട്ട് കൊടുത്തു. ആ 10 100ന്റെ നോട്ട് കിട്ടിയത് ആചാർ അവിടെ നിന്നങ്ങാണ്ട് ഇങ്ങനെ എണ്ണി നോക്കുകയാണ് ഇപ്പൊ അതൊക്കെ. അപ്പൊ ബാക്കിന്ന് 2 കുട്ടികൾ ആചാരാക്ക എപ്പോഴേ ഇവിടെ വരല് തുടങ്ങിയെന്ന് ചോദിച്ചു. മക്കളെ ഞാൻ അങ്ങനെ വന്നാല അങ്ങനെ തന്നെ ഇവിടെ എല്ലാരും വരില്ലേ, ഞങ്ങളൊക്കെ ഇപ്പൊ നോട്ടീസ് കൊടുത്ത് വന്നതാ. നിങ്ങൾ വന്ന മാതിരി തന്നെ ആചാരെ ഞങ്ങളും വന്നത്. മക്കളെ അങ്ങനെ വിചാരിക്കരുത്. ഒന്നും വിചാരിക്കാനല്ലോ ആചാരെ, നമുക്ക് നാളെ ഒപ്പം പോരാ. മക്കളെ അങ്ങനെയല്ല കേട്ടോ, ഞാൻ ചില്ലറക്ക് വന്നതാണ്. ചില്ലറന്നെ ഇവിടെ പറ്റുള്ളൂ, ഇത് ബീപ്പ കണക്കിൽ കുടിക്കാൻ പറ്റിയതല്ലല്ലോ. അല്ലാഹു റബ്ബി, ആചാര്യ കൊയങ്ങാഞ്ഞ എവിടെയെങ്കിലും പോണം. ഇത് ബാപ്പക്ക് തങ്ങൾ ചിന്തിച്ചു, അത് ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ ചിന്തിച്ചു, അത് EK ഉസ്താദ് ചിന്തിച്ചു, അത് കണ്ണിയത്ത് ഉസ്താദ് ചിന്തിച്ചു, അത് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ ചിന്തിച്ചു, അത് AP ഉസ്താദ് മനസ്സിലാക്കി, അത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ മനസ്സിലാക്കി. മുസ്ലിം ലോകത്ത് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരൊറ്റ പണ്ഡിതനും, കൈരളിക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റാവുന്ന ഒരു സയ്യിദും ഒരു ആലിമും മുസ്ലിം ലോകത്തിന്റെ ചരിത്രത്തിൽ നിങ്ങൾ പറയും, ഈ കേരളീയ ചരിത്രത്തിൽ പറയും, കേരളത്തിന്റെ മലയാള അക്ഷരമാലയ്ക്ക് ആ ഈ ഉ എന്ന അക്ഷരമാലും പിന്തുണയില്ലാത്ത ഒരു ഇസ്ലാം നമുക്ക് മാത്രം എവിടെ നിന്ന് കിട്ടി? അത് പേരിൽ തന്നെ വിളിച്ചറിയിക്കുന്നു മൗദൂദിസം. ലോക മുസ്ലിങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട ഒരു വ്യക്തിയുടെ വ്യാഖ്യാനം അനുസരിച്ച് നടക്കുന്ന ദീന്. വഹാബിസം ലോക മുസ്ലിം പട്ടികയിൽ നിന്ന് ഒറ്റപ്പെട്ട ഒരു വ്യക്തിയുടെ അഭിപ്രായം മാത്രം സ്വീകരിക്കുന്ന ദീന്. ഖാദിയാനിസം ലോക മുസ്ലിം ചരിത്രത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മാത്രം അഭിപ്രായമുള്ള മതം. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ ഒരു മതത്തിലേക്ക് നാം കടക്കുമ്പോൾ നമ്മുടെ പൂർവികരെ മുഴുവനും നമുക്ക് ആക്ഷേപിക്കേണ്ടതായി വരികയാണ്. നമ്മുടെ പൂർവികരെ മുഴുവനും തള്ളിപ്പറയേണ്ടതായി വരികയാണ്. നമ്മുടെ പൂർവികരെ മുഴുവനും അടച്ച് ആക്ഷേപിക്കേണ്ടതായിട്ട് വരികയാണ്. ആ രൂപത്തിൽ പോകുമ്പോഴോ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി, എന്റെ ഉമ്മത്ത് 73 വിഭാഗമാകും. 72 പിഴച്ച വിശ്വാസികളാണ്. ഒരു വിഭാഗമേ യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീമിലുള്ളൂ. ആ ഒരു വിഭാഗം ആരാണ്? മാ അന അലൈഹി വസുഹാബി. പ്രിയപ്പെട്ട ഇവിടെയുള്ള മുഴുവൻ വിശ്വാസി സുഹൃത്തുക്കളോടും ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ അഭിപ്രായ വ്യത്യാസം നമുക്ക് വരുമ്പോൾ എന്താണ്? നമ്മുടെ കേരളത്തിൽ എല്ലാവരും ഈ സയ്യിദന്മാരുടെ, ഔലിയാക്കളുടെ, മഹാന്മാരുടെ, തങ്ങന്മാരുടെ ആ റൂട്ട് സ്വീകരിച്ച് ഒരുമിച്ച് നിന്നുകൊണ്ട് പോകുമ്പോൾ, ഒതായിലായാലും എടവണ്ണയിലായാലും പുളിക്കലായാലും അരീക്കോടായാലും നിലമ്പൂരിലായാലും ഏത് രാജ്യത്തായാലും മുസ്ലിമീങ്ങളുടെ ഒരു പഴയ പാരമ്പര്യം ഈ നാട്ടുകാർ പഴയ ആളുകളോട് ചോദിച്ചു നോക്കൂ. അപ്പൊ നിങ്ങളെ കൂടെ നിൽക്കുന്ന ആളുകൾ പറയും, ഞങ്ങളും ഒക്കെ പണ്ട് സുന്നത്തി ജമാഅത്തിന്റെ ആളുകളായിരുന്നു, ഞങ്ങളെ വീട്ടിലും നേരത്തെ മൗലിദ് ഓതിയിരുന്നു, ഞങ്ങളെ വീട്ടിലും നേർച്ച കഴിച്ചിരുന്നു, ഞങ്ങളെ വീട്ടിലും ഹദ്ദാദ് നടന്നിരുന്നു. അപ്പൊ ഞങ്ങളെ വീട്ടിലും നടന്ന ഹദ്ദാദ് പിന്നെ ആരെ ഇല്ലാതാക്കിയത്? ഞങ്ങളെ വീട്ടിലും നടന്ന മൗലിദ് പിന്നെ ആരെ ഇല്ലാതാക്കിയത്? ഞങ്ങളെ വീട്ടിലും നടന്നിരുന്ന ഖത്തം ദുആ ആരാണ് ഇല്ലാതാക്കിയത്? ആ ഇല്ലാതാക്കിയത് മുസ്ലിം ലോകത്ത് ഒറ്റപ്പെട്ട ശബ്ദത്തിന്റെ കൂടെ നിന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അതിലെന്തൊക്കെ അപകടം വരാനുണ്ട്? അല്ലാഹു റബ്ബി, വലിയ ഒരു നിക്കാഹിന്റെ സദസ്സ്. ആ നിക്കാഹിന്റെ സദസ്സിലേക്ക് കയറി വരുന്ന ഒരു പുതിയാപ്പള, അയാൾക്ക് വന്ന് നോക്കുമ്പോൾ ഒരു കുസുകുസു. എന്താണ് കുസുകുസു? അന്വേഷിച്ച് നോക്കുമ്പോൾ അയാൾക്ക് പുതിയ നിക്കാഹ് വേണം. ആ പുതിയ നിക്കാഹ് വേണം എന്ന് പറഞ്ഞ് കുസുകുസു ഇങ്ങനെ നടന്നപ്പോ ആ നാട്ടിലുണ്ട് ഒരു പ്രായമായ കാളിയാര് പോയിട്ട് പറഞ്ഞു ഈ കുട്ടിനോട്, മോനെ അതിന്റെ വല്യമ്മാനെ എനിക്ക് അറിയോ ചോദിച്ചു. അറി. വല്യാപ്പാനെ ചോദിച്ചു. അറിയുന്ന ആ വല്യപ്പാക്ക് വല്യമ്മാനെ നിക്കാഹ് ചെയ്തു കൊടുത്ത ആള് ഞാനാണ്. ആ നിക്കാഹ് മതി ചോദിച്ചു. അത് പറ്റൂല. അപ്പം വേറൊരു കാളിയാരുണ്ട് ഇപ്പൊ അവിടെ ഉള്ള, അയാൾ നീച്ചുകാണ്ട് പറഞ്ഞു, കുട്ടിയെ എന്റെ അമ്മാനെയും ബാപ്പാനെയും എനിക്ക് അറിയോ ചോദിച്ചു. എന്നാ എന്റെ അമ്മാനെ ബാപ്പാക്ക് നിക്കാഹ് ചെയ്തു കൊടുത്ത കാളിയാര് ഞാനാണ്, അത് മതിയോ ചോദിച്ചു. അത് പറ്റൂല.
പിന്നെ വല്യമ്മാന്റെയും വല്യപ്പാന്റെയും നിക്കാഹ് ശരിയായിട്ടില്ലെങ്കിൽ ഈ സദസ്സിൽ എന്നെ ഇരുത്താൻ പറ്റൂല. വല്യമ്മാന്റെ നിക്കാഹും ശരിയായിട്ടില്ല, ബാപ്പാന്റെ നിക്കാഹും ശരിയായിട്ടില്ലെങ്കിൽ പിന്നെ ഏതാണ്? ഞാനിത് വേഗത്തിൽ പറഞ്ഞത്, ബാപ്പാന്റെയും വല്യപ്പാന്റെയും നിക്കാഹ് ശരിയാകാത്ത സഹീഹാകാത്ത നിക്കാഹിൽ ജനിച്ച ഒരു മകൻ, ആ മകന്റെ സ്ഥിതി എന്താണ്? അത് തന്നെയാണ് സ്വഹീഹല്ലാത്ത വിശ്വാസത്തിൽ നിൽക്കുന്ന ഒറ്റപ്പെട്ട വിശ്വാസത്തിന്റെയും സ്ഥിതി. ബാപ്പാന്റെ വിശ്വാസം ശരിയായിട്ടുണ്ടോ? ഇല്ല. വല്യപ്പാന്റെ വിശ്വാസം ശരിയായിട്ടുണ്ടോ? ഇല്ല. അതിന്റെ അപ്പുറത്തെ വല്യപ്പാന്റെ ശരിയായിട്ടുണ്ടോ? ഇല്ല. പാണക്കാട് തങ്ങൾ ബാപ്പാന്റെ ശരിയായിട്ടുണ്ടോ? ഇല്ല. ബാപ്പയ്ക്ക് തങ്ങൾ ഇത് ശരിയായിട്ടുണ്ടോ? മമ്പറം തങ്ങൾ ഇത് ശരിയായിട്ടുണ്ടോ? ആരെ വിശ്വാസവും ശരിയല്ല. പിന്നെ ഇവന്റെ മാത്രം. എവിടുന്നേ മോനെ ഈ വിശ്വാസം കിട്ടിയത്? മുസ്ലിം ലോകത്ത് ഒറ്റപ്പെട്ട ശബ്ദത്തിന്റെ കൂടെ നിന്നു എന്ന അബദ്ധം നിങ്ങളെ വിശ്വാസത്തിൽ സംഭവിച്ചിട്ടുണ്ട്, കർമ്മത്തിൽ സംഭവിച്ചിട്ടുണ്ട്. തിരുത്താം അവസരമുണ്ട്, പഠിക്കാം ഒരുപാട് മാർഗങ്ങളുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ വിശ്വാസത്തിലും കർമ്മങ്ങളിലും സംഭവിച്ച പാകപ്പിഴവിനെ കുറിച്ച് അറിയാനും പഠിക്കാനും കിട്ടുന്ന അവസരങ്ങൾ നാം ഉപയോഗപ്പെടുത്തി ഒരു നല്ല ചിന്ത, ഒരു നേരത്തെയുള്ള ഒരു അബദ്ധധാരണ മാറ്റിവെച്ചിട്ട്, അതല്ലെങ്കിൽ നാം ഒരു തഅസ്സുബിയ്യത്ത് അത് മാറ്റിവെച്ചുകൊണ്ട് നാം യഥാർത്ഥമായ റൂട്ടിനെ കുറിച്ച് പഠനം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. ഒക്കെ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോ ഒരു ഉറക്ക സ്വലാത്ത് ചെല്ലാനും കൂടി പറ്റാത്ത ഒരു ദീന്. സലാത്ത് ചെല്ലുമ്പോഴേക്ക് ഞാൻ ഖുറാഫിയാണെന്ന് ആരെങ്കിലും കരുതി പോകുമോ? എല്ലാം വേണ്ടാന്ന് വെച്ചു. എന്താ ഒരു സൗണ്ട് കേൾക്കണേ? അത് വഹാബികളെ പള്ളിക്കൽ സലാത്താണ്. നിങ്ങൾ കേട്ടിക്കണം ഇതുവരെ അങ്ങനെ ഒരു ഒച്ച? ഇല്ല. അല്ല, ആ സൗണ്ട് ഇവിടുന്നാണല്ലോ. അതെന്താ അവിടുന്ന് ഒരു ഒച്ചേക്കണ്? അത് വഹാബികളെ പള്ളിക്കൽ കത്തം ദ്വാരക്കലാണ്. നിങ്ങൾ കേട്ടിക്കണം അങ്ങനെ ഒരു സൗണ്ട്? കത്തം ദ്വാരക്കാനും പറ്റൂല, സലാത്ത് എല്ലാനും പറ്റൂല. അതിനു പോലും പറ്റാത്ത ഒരു ദീന് ഇതെവിടെ നിന്ന് കിട്ടി? അത് ലോക മുസ്ലിങ്ങളൊക്കെ നിൽക്കുന്നതിൽ നിന്ന് ഒരു വ്യക്തി എന്നോ തെറിച്ചുപോയി, വേറൊരു വ്യക്തി വേറൊരു ഭാഗത്ത് സ്വന്തം തെറിച്ചുപോയി. അങ്ങനെ കുടുംബത്തിൽ നിന്നും മറ്റുമൊക്കെ തെറിച്ചു നിൽക്കുന്നതുണ്ടാകും. ആ തെറിച്ചു നിൽക്കുന്നതിന്റെ കൂടെ ആയിപ്പോയോ ഞാൻ നിന്നത് എന്ന് ചിന്തിക്കാൻ അവസരമുണ്ട്, പഠിക്കാൻ അവസരമുണ്ട്. ആരെയും നമുക്ക് ആക്ഷേപിക്കേണ്ട കാര്യമില്ല. പിഴവ് ആർക്കും സംഭവിക്കാലോ. തിരുത്തിയാൽ അല്ലാഹു തആല സ്വീകരിക്കുകയും ചെയ്യുമല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ലോകത്തെവിടെയും നേരത്തെ പൊന്മുള ഉസ്താദ് ഓർമ്മപ്പെടുത്തിയാലോ, മൗലിദ് പാരായണത്തിന്റെ മാസമാണിത്. എല്ലാ പള്ളികളിലും നിങ്ങളൊരു വണ്ടി എടുത്തിട്ട് മഗ്‌രിബ് നിസ്കാരം മുതൽക്ക് മഗ്‌രിബ് നിസ്കരിച്ചിട്ട് ഒന്ന് യാത്ര ചെയ്ത് നോക്ക്. തിരുവനന്തപുരം വരെ നിങ്ങൾ യാത്ര ചെയ്യും. ആ യാത്ര ചെയ്യും എല്ലാ പള്ളികളിൽ നിന്നും കേൾക്കാം യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി. ഞാനൊരു പ്രാവശ്യം ഒമാനിൽ പോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ ജബൽ അയ്യൂബ് എന്ന പേരിൽ ഒരു വലിയ മല, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്ബറയാണ് അതിന്റെ മുകളിലുള്ളത്. ആ മക്ബറയിലേക്ക് പ്രത്യേകം റോഡ് വെട്ടുകയും മക്ബറ കെട്ടിപ്പൊക്കി റെഡിപ്പെടുത്തുകയും അവിടെ സിയാറത്തിന് വരുന്ന ആളുകൾക്ക് ഫാമിലി സഹിതവും അല്ലാതെയും താമസിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. ഒമാൻ രാഷ്ട്ര തലവനായ ഖാബൂസ് രാജാവിന്റെ ഉമ്മയുടെ ചെലവിലാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത്. അതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ആ മക്ബറയിൽ നോക്കുമ്പോ ഒരു റബീഉൽ അവ്വലിൽ ഞാൻ അവിടെ എത്തി, സിയാറത്തിന് പോയിട്ട്. അവിടെ ചെന്ന് നോക്കുമ്പോ ആ നാട്ടുകാർക്ക് വെള്ളിയാഴ്ച രാവിനേക്കാളും ശ്രേഷ്ഠത തിങ്കളാഴ്ച രാവിനെ. അപ്പൊ അവിടെ നമ്മുടെ ആ പള്ളിയിൽ മുഅദ്ദിനായി, ആ മക്ബറയോട് ചേർന്നുള്ള പള്ളിയിൽ മുഅദ്ദിനായി നിൽക്കുന്നുണ്ട് ചേകനൂർക്കാരനൊരു മുസ്ലിയാർ. അപ്പൊ അയാൾ പറഞ്ഞു ഇന്നിവിടെ മൗലിദിന്റെ ദിവസമാണ്, അറബികളൊക്കെ വരുന്നു. അപ്പോ ഞാനും കാത്തുനിന്നു. അറബികൾ ഒന്നായിട്ട് പടച്ചവനെ, ഒമാനികൾ അല്ലെങ്കിൽ തന്നെ നല്ല തലപ്പാവുള്ള ആളുകളാണ്. ആ തലപ്പാവുള്ള അറബികൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ വന്നിട്ട് സുബ്ഹാനല്ലാഹ് സഭ ഇങ്ങനെ നിറഞ്ഞു. ആ സമയത്ത് ഞാൻ ഓല കൂട്ടത്തിൽ നിന്ന് നോക്കുമ്പോ പടച്ചോനെ എന്ത് കൂറ്റമ്പാറ, ഞാൻ ഒരു കുട്ടിപ്പാറയായിട്ട് ഇങ്ങനെ അല്ലാഹു റബ്ബി. അപ്പോ ഞാൻ ആ കുട്ടിപ്പാറയായിട്ട് ഇങ്ങനെ ഓലപ്പം ഇങ്ങനെ നിന്നപ്പോഴേ ഒരു അറബി എന്നോട് ചോദിച്ചു, എന്റെ ആ തലീക്കെട്ടും കാര്യമൊക്കെ കണ്ടപ്പോ മലബാരിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അയാൾ ചോദിച്ചു തഅറഫ് ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ് എന്ന് ചോദിച്ചു. യാ റബ്ബേ, അതോടുകൂടെ നമ്മൾ തെളിഞ്ഞല്ല. AP ഉസ്താദിനെ അറിയോന്നാണ് ഓല് ചോദിക്കണത്. യാ റബ്ബ്. അപ്പൊ ഞാൻ വേഗം അൽഹംദുലില്ലാഹ് AP ഉസ്താദിനെയും നമ്മളെ പ്രസ്ഥാനത്തിനെയും അതിന്റെ സംഗതികളും ഒക്കെ അങ്ങോട്ട് എനിക്കറിയുന്ന ഭാഷയിൽ അങ്ങനെ ഉണ്ടല്ലോ. നമ്മളെ അറബി മലയാളം എന്നൊക്കെ പറഞ്ഞ ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഇംഗ്ലീഷ് അങ്ങനെ ഐ ആം ഗോയിങ് ടു ദി വരുമ്പത്തിൽ കൂടെ എന്താ കാൽ തെറ്റി ഓണത പാടത്തിലേക്ക് എന്ന് പറഞ്ഞ മാതിരി ഞാൻ എനിക്കറിയണ മാതിരിയുള്ള അറബിയൊക്കെയാണ് പറഞ്ഞു നോക്കുമ്പോൾ മൂപ്പർക്ക് മനസ്സിലായി ഞാൻ ഒരു AP കാരനാണ്. അത്രയല്ലേ ആവശ്യമുള്ളൂ. ഇരിക്കട്ടെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ
മുത്തുനബിയുടെ സഭയിലേക്ക് വരുന്ന ആളുകൾ വരുന്നവരൊക്കെ നല്ല അത്തറ് പുരട്ടി വെള്ള വസ്ത്രം ധരിച്ച് നല്ല തലപ്പാവ്, എല്ലാവരും വന്നിട്ട് മജ്ലിസിൽ ഇരിക്കുന്നത് എങ്ങനെ? നമ്മളെ മാതിരി ഒന്ന് അങ്ങോട്ട് ഒന്ന് ഇങ്ങോട്ട് ഇങ്ങനെ സ്പീക്കറിന്റെ ഓൺ വെച്ച മാതിരി ഒന്നൊരു ഒറ്റ കുട്ടിയില്ല. പിന്നെ എല്ലാവരും ഇരിക്കുന്നത് സയ്യിദുനാ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കൽ ഇരുന്ന രംഗം ഇമാം ബുഖാരി രേഖപ്പെടുത്തിയതില്ലേ? അതേപോലെയാണ് മൗലിദ് സദസ്സിൽ. അപ്പൊ അവിടുത്തെ ശരീഅത്ത് കോർട്ടിലെ ജഡ്ജിയുണ്ട്, അദ്ദേഹമാണ് സഭയുടെ നേതാവ്. അയാൾ അവിടുത്തെ ഏറ്റവും വലിയ പണ്ഡിതനാണ്, ശരീഅത്ത് കോർട്ടിലെ ജഡ്ജിയ. അദ്ദേഹം വന്നെന്റെ മുത്തു മുഅ്മിനുകളെ, മൗലിദിന്റെ സഭ അങ്ങ് ആരംഭിക്കാം. ആ മൗലിദ് അങ്ങ് ആരംഭിച്ചപ്പോൾ എന്തൊരു മൗലിദിന്റെ സദസ്! യാ റബ്ബ്, നമ്മൾ ചെല്ലണ മൗലിദ് തന്നെയാണ് അവരും ചെല്ലണത്. പക്ഷേ അവരുടെ ആ രീതിയും ഇശലും. യാ റബ്ബി സ്വല്ലി അലൻ നബിയ്യി മുഹമ്മദി യാ റസൂലല്ലാഹ് മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി യാ ഹബീബല്ലാഹ്. സഭ ഒന്നായിട്ട് യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് വുലിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു യാ റസൂലല്ലാഹ്. എന്തൊരു സഭയിലെ മൗലിദ്! എല്ലാ അറബികൾ ഒന്നിച്ച് യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. മണിക്കൂറുകൾ നീണ്ടുനിന്ന മൗലിദ് ഒമാനിലെ അറബികൾ ചേർന്നിട്ട് ഇങ്ങനെ ചൊല്ലുന്നത് എന്തൊരു സന്തോഷത്തിന്റെ സദസ്, എന്തൊരു ആഹ്ലാദത്തിന്റെ സദസ്! ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള ആ ഹുബ്ബിന്റെ മുദ്രാവാക്യത്തിനൊപ്പം നിൽക്കാൻ സാധിക്കാത്ത ഒരു ഇസ്ലാമോ, ആ മുദ്രാവാക്യത്തിനൊപ്പം നിൽക്കാൻ സാധിക്കാത്ത ഒരു ദീനോ നമുക്ക് പിഴച്ചിട്ടില്ലേ? നമ്മളൊരു പുനർവിചിന്തനം നടത്തേണ്ടതില്ലേ? ലോകം അംഗീകരിക്കുന്ന ഒരു നേതാവിന്റെ പേര് കേൾക്കുമ്പോൾ മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുജ്തബ, ഷഫീഉനാ റസൂലുള്ളാഹി, ഹബീബുനാ റസൂലുള്ളാഹി, ഖായിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ആ മഹാനായ നേതാവിന്റെ പേര് കേൾക്കുമ്പോൾ ഒരു ഉറക്കെ ആ മുദ്രാവാക്യം പറയാൻ പറ്റാത്ത ഒരു ഇസ്ലാമോ, അത് സ്വീകാര്യമല്ലാത്ത ഒരു വിശ്വാസമോ, ഇത് നമുക്ക് പിഴവ് സംഭവിച്ചിട്ടില്ലേ? ഈ പിഴവ് നമുക്ക് എവിടെ സംഭവിച്ചു? ലോക മുസ്ലിങ്ങളിൽ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും അജ്മഈൻ, ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫായി, അഖ്താബുൽ അർബഅ, അയിമ്മത്തുൽ അർബഅ തുടങ്ങി ലോക മുസ്ലിംകൾ ചരിത്രത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ലോകൈക ഗുരു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പഠിപ്പിച്ച ആ സവാദുൽ അഅ്ലമിന്റെ കൂടെ ആ ലോക മുസ്ലിംകൾക്കൊപ്പം നിൽക്കാൻ സാധിക്കാത്ത ഒറ്റപ്പെട്ട ശബ്ദത്തിന്റെ കൂടെ നിന്നു എന്ന പിഴവ് നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കണം, തിരുത്തണം. അള്ളാഹു യഥാർത്ഥ തൗഹീദിലേക്ക്, യഥാർത്ഥ ഹുബ്ബിലേക്ക്, യഥാർത്ഥ ഇഷ്കിലേക്ക് സഞ്ചരിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബഹുമാന്യരായ പേരോട് ഉസ്താദിനെ ഇരുത്തി അധികം പ്രസംഗിക്കുന്നത് അദബല്ല. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. പേരോട് ഉസ്താദിന്റെ പ്രസംഗം നടക്കുകയാണ്. അള്ളാഹുവേ ഉസ്താദിന് ആഫിയത്ത് നൽകണേ അല്ലാഹ്. എടവണ്ണ ടൗണിന്റെ ഹൃദയഭാഗത്ത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പള്ളി കുറച്ചു വർഷമായി ഉണ്ട്. ആ പള്ളിയുടെ മൗലിദ് സദസ്സും അതുപോലെ തന്നെ മീലാദ് സമ്മേളനവും അവിടെ നടക്കുന്നു. അടുത്ത 16-ാം തീയതി നമ്മുടെ പ്രിയങ്കരനായ മുഹമ്മദ് കുഞ്ഞി സക്കാഫി, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, കൂറ്റമ്പാർ ഉസ്താദും ഒക്കെ അവിടെ സംബന്ധിക്കും. അസ്സലാമു അലൈക്കും.